നമസ്കാരം. 10th മെയിൻസ് ടൈം ടേബിൾ ഇന്ന് ഡേ 10 ആണ്. ഇന്ന് പഠിക്കേണ്ട SCRT പാഠഭാഗം 5th സ്റ്റാൻഡേർഡ് സയൻസ് ചാപ്റ്റർ 5 ഊർജത്തിന്റെ ഉറവകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ്, പക്ഷെ ചെറിയൊരു ചാപ്റ്ററാണ്. എപ്പോഴും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഇല്ലേ? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അതിന്റെ ഉദാഹരണങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. 5ാം ക്ലാസ്സിലെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. എന്നിരുന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്ന് പറയുന്ന പുസ്തകം ഓൾമോസ്റ്റ് നിങ്ങൾ വാങ്ങി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുസ്തകം എടുത്തിട്ട് 5ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 5 എടുത്തിട്ട് അതിനകത്തെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ആവും. അപ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു കാണും. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒന്നുകൂടെ പറയാം. SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാ ചാപ്റ്റേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എല്ലാ ചാപ്റ്റേഴ്സും ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. അപ്പോൾ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, അതായത് എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന പുസ്തകമാണ്. ഇപ്പം ന്യൂ പാറ്റേൺ രീതിയിലാണല്ലോ PSC ചോദിച്ച് നമ്മളെ കുഴപ്പിക്കുന്നത്. ഇനി ആ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ന്യൂ പാറ്റേൺ ആക്കി പഠിക്കുമല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിടാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വെൽക്കം. അഞ്ചാം ക്ലാസ് സയൻസ് ചാപ്റ്റർ 5 ഊർജത്തിന്റെ ഉറവകൾ. നല്ലൊരു ചാപ്റ്റർ ആണ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഇന്ധനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളില്ലേ, അതിനെ പറ്റിയൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ. ആദ്യമായിട്ട് എന്താണ് ഇന്ധനങ്ങൾ? ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്നാൽ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം, അതായത് ഹീറ്റ് പുറത്തുവിടുന്ന വസ്തുക്കൾ. ഈ ഒരു ഫിഗർ നോക്കിക്കേ. വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ മുതലായവയൊക്കെ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഉദാഹരണം: വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ മുതലായവയാണ്. വിറക്, കൽക്കരി, പെട്രോൾ, ഡീസൽ, CNG, LPG, ഹൈഡ്രജൻ ഇവയൊക്കെ ഇന്ധനങ്ങളാണ്. ഇന്ധനങ്ങളെ പ്രധാനമായും എത്രയായിട്ട് തരംതിരിക്കുന്നു? 3. ഇന്ധനങ്ങളെ പ്രധാനമായും 3 ആയിട്ട് തരംതിരിക്കാം. ഖര ഇന്ധനങ്ങൾ, സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ്. രണ്ടാമത്തേത് ദ്രാവക ഇന്ധനങ്ങൾ, ലിക്വിഡ് ഫോമിലുള്ള ഫ്യൂവൽസ്. മൂന്നാമത്തേത് വാതക ഇന്ധനങ്ങൾ, ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവൽസ്. ഖര ഇന്ധനങ്ങൾ എന്നാൽ ഖരരൂപത്തിലായിരിക്കും ഇരിക്കുന്നത്, അതായത് സോളിഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഉദാഹരണം ഏതൊക്കെയാ? വിറക്, കൽക്കരി എന്നിവയാണ് ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം. രണ്ടാമത്തേത് ദ്രാവക ഇന്ധനങ്ങൾ, ലിക്വിഡ് ഫോമിലായിരിക്കും, ദ്രാവകങ്ങളുടെ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമത്തേത് വാതക ഇന്ധനങ്ങളാണ്. വാതക ഇന്ധനങ്ങൾ എന്നാൽ ഗേഷ്യസ് രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ മുതലായവയൊക്കെ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവൽ ആണ്. കാറിലും ബസ്സിലും ഒക്കെ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ മുതലായവയാണ്. പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇന്ധനങ്ങളാണ് ഡീസൽ, പെട്രോൾ എന്നിവ. പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇന്ധനങ്ങളാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ മുതലായവ. ഈ ഇന്ധനങ്ങളിൽ നിന്നും എനർജി പുറത്തു വരാനുള്ള കാരണം എന്താ? ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ, കത്തുന്നത് മൂലമാണ് ഈ ഇന്ധനങ്ങളിൽ നിന്നൊക്കെ ഊർജം പുറത്തു വരുന്നത്. കത്തുന്നത് മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ധനങ്ങളെല്ലാം ഊർജത്തിന്റെ ഉറവകളാണ്, ഊർജ സ്രോതസ്സുകൾ, എനർജി സോഴ്സസ് ആണ് ഇന്ധനങ്ങൾ. ഇങ്ങനെ കത്തണമെങ്കിൽ എന്താവശ്യമാണ്? വായു ആവശ്യമാണ്. വായു ഉണ്ടെങ്കിൽ മാത്രമേ കത്തൂ.
ഉദാഹരണം, ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ചെയ്യത്തില്ലേ? കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരി നമ്മളൊരു ഗ്ലാസ് ജാറ് കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ ആ മെഴുകുതിരിയുടെ തിരി കെട്ടുപോകും. കാരണം എന്താണ്? കത്താൻ ഓക്സിജൻ അല്ലെങ്കിൽ വായു ആവശ്യമാണ്. അപ്പൊ ഈ ഇതിന്റെ അകത്ത് നമ്മളൊരു ഗ്ലാസ് ജാർ ഇറക്കി വെക്കുമ്പോഴത്തേക്കും അതിനാവശ്യമായ വായു കിട്ടാത്തത് കൊണ്ടാണ് തിരി കെട്ടുപോകുന്നത്. അപ്പൊ ഏതൊരു വസ്തു കത്താനും വായു അത്യാവശ്യമാണ്. ഇന്ധനങ്ങൾക്കും കത്താൻ വായു വേണം. ഇന്ധനങ്ങൾക്കും കത്താൻ എന്തോ വേണം? വായു വേണം. അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. വായു ഇല്ലെങ്കിൽ, ഞാൻ പറഞ്ഞ എക്സ്പെരിമെന്റ് ആയി കാണിച്ചേക്കുന്നേ, ചിത്രത്തിൽ കാണുന്നത് പോലെ മേശപ്പുറത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക, ഒരു ചില്ല് ഗ്ലാസ് കൊണ്ട് കത്തുന്ന മെഴുകുതിരി മൂടുക. മെഴുകുതിരി ജ്വാലയ്ക്ക് എന്ത് സംഭവിക്കും? മെഴുകുതിരി അണഞ്ഞു പോകും. കാരണം എന്താണ്? വായുവിന്റെ അസാന്നിധ്യം. അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓക്സിജൻ. ഇന്ധനങ്ങൾക്കും കത്താൻ വായു വേണം. ഏതൊരു വസ്തുവിനും കത്താൻ വായു ആവശ്യമാണ്. അപ്പൊ വായുവിലെ ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്നത്. വായുവിലെ ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്നത്. ഇന്ധനങ്ങൾ വായുവിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്? ഓക്സിജൻ. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. ഈ ഇന്ധനങ്ങളിൽ മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓക്സിജൻ. അതും ഓക്സിജൻ ആണ്. നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ ഓക്സിജൻ എങ്ങനെയാ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? ശ്വസനത്തിലൂടെ. നമ്മൾ ശ്വസിക്കുമ്പോഴാണ് ഓക്സിജൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഈ ഓക്സിജൻ വാതകവുമായി പ്രവർത്തിച്ച്, ആഹാരം ഓക്സിജൻ വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്. ഓർക്കുക. അപ്പൊ ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. ഇനി പെരുകുന്ന വാഹനങ്ങൾ. പെരുകുന്ന വാഹനങ്ങൾ. എത്രമാത്രം ഇന്ധനമാണ് ഈ വാഹനങ്ങൾ നിത്യവും ഉപയോഗിക്കുന്നത്? പെട്രോൾ, ഡീസൽ, CNG മുതലായ ഇന്ധനങ്ങളൊക്കെ എത്രമാത്രമാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ഓടാൻ വേണ്ടിയിട്ടേ പെട്രോളും ഡീസലും ഒക്കെ വേണ്ടേ? പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്ന കേന്ദ്രം അറിയപ്പെടുന്നത് പെട്രോളിയം റിഫൈനറി എന്നാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് പെട്രോളിയം റിഫൈനറി. ഇവിടെ വെച്ചാണ് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്നത്. എവിടെ നിന്നാ? പെട്രോളിയം റിഫൈനറിയിൽ വെച്ച്. ഇനി അടുത്ത പോർഷൻ വളരെ ഇമ്പോർട്ടന്റ്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ, കൺവെൻഷണൽ എനർജി സോഴ്സസ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. എന്താണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്നാൽ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. ഇന്ധനങ്ങൾ ഉപയോഗിച്ച ശേഷം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. പുനഃസ്ഥാപിക്കാൻ, റിന്യൂ ചെയ്യാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടുപോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് പെട്രോളിയം. പെട്രോളിയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടുപോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് പെട്രോളിയം. ഇനി കൽക്കരി എങ്ങനെ ഉണ്ടാകുന്നു? കൽക്കരി ഉണ്ടാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ സസ്യ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് കൽക്കരി. സസ്യ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത്. ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. ഈ പെട്രോളിയം, കൽക്കരി എന്നിവ ഏത് ഇന്ധന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. പെട്രോളിയം, കൽക്കരി എന്നിവ ഏത് ഇന്ധന വിഭാഗത്തിൽ പെടുന്നവയാണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നും അറിയപ്പെടുന്നത്. പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നാൽ ഉപയോഗിക്കും തോറും തീർന്നുകൊണ്ടേയിരിക്കും.
പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ഉപയോഗിക്കുന്നു. പക്ഷേ ഈ ഉപയോഗം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകും. അതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇനി പെട്രോളിയം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതാ ഇപ്പൊ പറഞ്ഞത്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ പെട്രോളിയം ഉപയോഗിക്കുന്നു. കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് പെട്രോളിയം ഉപയോഗിക്കുന്നു. അടുത്തത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നാൽ റിന്യൂവബിൾ, എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്. എത്രയോ ഉപയോഗിച്ചോട്ടെ, പക്ഷെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് ഏത്? നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്. ഉദാഹരണം സൗരോർജം. സൗരോർജം. പിന്നെ കാറ്റിൽ നിന്നുള്ള ഊർജം. കാറ്റിൽ നിന്നുള്ള ഊർജം. തിരമാലയിൽ നിന്നുള്ള ഊർജം. തിരമാലയിൽ നിന്നുള്ള ഊർജം. കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, പിന്നെ തിരമാലയിൽ നിന്നുള്ള ഊർജം എല്ലാം നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസിന് ഉദാഹരണങ്ങളാണ്. ഇനി സൗരോർജത്തെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സൗരോർജം. സൗരോർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ. എവിടെ സോളാർ സെൽ? ഇവിടെ ഒരു ഫിഗറിൽ കാണിച്ചിട്ടില്ലേ? സോളാർ സെൽ. ഇത് സോളാർ സെൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് സോളാർ പാനൽ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ. അവയുടെ നിരകൾ ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോളാർ പാനൽ ഉണ്ടാക്കുന്നത്. സോളാർ പാനൽ. ഇപ്പൊ സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ. അവയുടെ നിരകളാണ് സൗരോർജ പാനലുകൾ. ഈ സൗരോർജ പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? സിലിക്കൺ കൊണ്ടാണ്. സിലിക്കൺ, SI. ഈ സൗരോർജ പാനൽ എന്നാലേ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ് സൗരോർജ പാനലുകൾ എന്ന് പറയുന്നത്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള പാളികളാണിവ. ഇവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല, മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പൊ സൗരോർജത്തിന്റെ മേന്മകളായി പറയുന്നത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല, റിന്യൂവബിൾ ആണ്, മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ? വിളക്ക്, അതുപോലെ കുക്കർ, സോളാർ കുക്കർ, പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ, കാൽക്കുലേറ്റർ, സോളാർ തെരുവ് വിളക്ക്, സോളാർ കാൽക്കുലേറ്റർ, സോളാർ ഹീറ്റർ, വാട്ടർ ഹീറ്റർ, സോളാർ കുക്കർ മുതലായവയൊക്കെ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഇത്രയേ ഉള്ളൂ സൗരോർജത്തെ പറ്റി പഠിക്കാൻ. ഇനി കാറ്റിൽ നിന്നുള്ള ഊർജമാണ്. കാറ്റിൽ നിന്നുള്ള ഊർജം വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ്റാടി യന്ത്രങ്ങൾ രാമക്കൽമേട്, കേരളത്തില് കഞ്ചിക്കോട്, രാമക്കൽമേട് മുതലായ ഭാഗങ്ങളിൽ നമുക്ക് ഈ കാറ്റാടി പടം കാണാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്. 2022 കണക്കനുസരിച്ച് തമിഴ്നാടാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി ഇൻ ഇന്ത്യ. ഗുജറാത്ത് ആയിരുന്നു, ഇപ്പോൾ തമിഴ്നാടാണ് 2022 കണക്കനുസരിച്ച്. അപ്പോൾ വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് വിൻഡ് എനർജിയെ പറ്റി. ഇനി ഭാവിയിലേക്ക് കരുതലോടെ. വിറക് ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഉപയോഗിക്കും തോറും തീർന്നു പോകും. കത്തുമ്പോൾ ഉണ്ടാക്കുന്ന കരിയും വാതകങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. മാത്രമല്ല വിറകിന്റെ അമിത ഉപയോഗം വനനശീകരണത്തിനും ഇടയാക്കുന്നു. കൂടാതെ ഇന്ധനങ്ങളുടെ ഉപയോഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തുണ്ടാവും? ഊർജ പ്രതിസന്ധി ഉണ്ടാകും. ഈ ഊർജ പ്രതിസന്ധിയെ മറികടക്കാനാകണം. അതായത് ഇന്ധനങ്ങൾ ഒന്നും പാഴാക്കി കളയരുത്, ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക.
അപ്പോൾ ഫിലമെന്റ് ബൾബ് പ്രവർത്തിക്കുന്നതിലും കുറച്ച്, ഇതാണ് ഫിലമെന്റ് ബൾബ്. ഫിലമെന്റ് ബൾബ് പ്രവർത്തിക്കുന്നതിലും കുറച്ച് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് അതേ വെളിച്ചം തരുന്ന ബൾബാണ് CFL എന്ന് പറയുന്നത്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. നമ്മുടെ വീട്ടിലെ വൈദ്യുതി പാഴാക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഉപയോഗിക്കാം. ഇപ്പൊ ഫിലമെന്റ് ബൾബിന് പകരം നമുക്ക് CFL ഉപയോഗിക്കാം, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് ഉപയോഗിക്കാം. അതുപോലെ വീട്ടില് പിന്നെ ഊർജം പാഴാവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇന്ധനക്ഷമതയുള്ള അടുപ്പ് ഉപയോഗിക്കാം, ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കാം. അപ്പോൾ ഊർജം പാഴാക്കാതിരിക്കുമ്പോൾ ഊർജ സ്രോതസ്സുകൾ സംരക്ഷിക്കുകയാണ് നാം ചെയ്യുന്നത്. ഇങ്ങനെ പല പല വഴികളും ഇങ്ങനെ ഈ ഊർജ സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വന്ന കാലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഊർജ സംരക്ഷണ, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ മാസം 14. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന ഡിസംബർ മാസം 14. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം. അതുപോലെ മെയിനായിട്ട് ഇതിൽ ഓർക്കേണ്ടത് ആ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, അതുപോലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അവയുടെ ഉദാഹരണങ്ങളാണ്. അതൊന്ന് നോക്കിയിരിക്കാം. അത്രയേ ഉള്ളൂ. ഈസി അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ സയൻസ് മന്ത്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ സെറ്റ് ആവും. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം. താങ്ക് യു.